ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഡേ ആണ്. കാരണം പല വർഷം കാത്തിരുത് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 3 വർഷം മുമ്പത്തേണോ ഇവളെ കണ്ടത്. ഇപ്പോൾ വീണ്ടും പൊക്കി പിടിച്ചിട്ട് വന്ന ഉടനെ ഞാൻ ഇങ്ങ് എടുത്തു. സോ ഞങ്ങൾ ഇന്ന് ഫുൾ ഡേ ഞങ്ങൾ ഒരു ട്രിപ്പിലാണ്. ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം, കൊച്ചിനെ കാണിക്കണം അങ്ങനെ. സോ ഫസ്റ്റ് ആക്ച്വലി ഞങ്ങൾ പൊന്മുടി പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ അത് മഴ കാരണവും ഞങ്ങൾ നടുവേന കാരണവും 8 നിലയിൽ പൊട്ടിയായിരുന്നു. അതിനുശേഷം ഞങ്ങളത് പോകുന്നു എൻ്റെ വീട്ടിലോട്ട്. സോ ഞങ്ങളെ മുഖത്തുള്ള രണ്ടുപേരും സന്തോഷം കണ്ടാൽ അറിയാം വർഷങ്ങളെ ശേഷം കാണുന്ന ഞങ്ങളുടെ ഒരു ബോണ്ടിങ്ങിൻ്റെ ബലം. മഴ കാരണമാണ് മെയിൻ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ കുറച്ച് ദൂരം പോകും, മഴ വരും. അതുകൊണ്ട് നമ്മൾ 2 റെയിൻ കോട്ട് വാങ്ങി. ഇനി എവിടെ മഴ വരുവാണെങ്കിൽ അത് ഇട്ടിട്ട് പോകുന്ന രീതിയിൽ കറക്റ്റ് വാങ്ങിയതിൻ്റെ കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും മഴയും ചെയ്തായിരുന്നു. സോ അവളെ കൊണ്ട് മാത്രം ഇടിപ്പിച്ചായിരുന്നു, കാരണം ഞാൻ ഇട്ടില്ല കേട്ടോ. കുപ്പിക്കകത്ത് വേഗം കയറി. നിന്റെ രണ്ട് പേർക്ക് കുഴപ്പമില്ല. ഇതിട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നൊരു കുട്ടി തേവാങ്കിൻ്റെ ലുക്ക്, അതുകൊണ്ട് 4 ഫോട്ടോ എടുത്തു. സോ വീണ്ടും നമ്മൾ പോവുകയാണ്. പക്ഷേ ദൂരം യാത്ര ഉള്ളതുകൊണ്ട് ഒരുപാട് ഇരുന്നുകൊണ്ട് നമുക്ക് ഛർദ്ദിക്കാൻ വന്നതോ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ് പോവാൻ കഴിഞ്ഞ ഛർദ്ദിച്ച് കഴിഞ്ഞ പറ. ദൂരം കാറിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന സാധനം അവൾക്ക് ബൈക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അവൾക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത വരുന്നത്. സോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെത്തി ഇപ്പോൾ ദോ നിൽക്കുന്നു എൻ്റെ മോൾ അപ്പൂസ് ആരാധന. അതോ ഇരിക്കുന്നു എൻ്റെ രണ്ടാമത്തെ വലിയ ഗർഭിണിയായ മോൾ. സോ അവളെയും കൂട്ടി അവളെ ഒരു പണ്ടേ കമ്പനിയാണ് രണ്ടുപേരും. സോ അവർക്ക് നല്ല രീതിയിൽ കമ്പനി കഴിഞ്ഞു. അടി കൂടാൻ തുടങ്ങിയിട്ടുണ്ട് റബ്ബറിന് വേണ്ടി. സോ ഇതെല്ലാം കഴിഞ്ഞതോ ഈ എൻ്റെ മിനിയനെ വീണ്ടും കൊണ്ട് തിരിച്ച് വീട്ടിലെത്തിക്കണം. സോ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് ക്വാളിറ്റി ടൈം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫാമിലി പരമായിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മളിവിടെ തിരികെയാണ് ഗൈസ്. ഇത് വർഷങ്ങളോളം കാത്തിരിപ്പായിരുന്നു ഇങ്ങനത്തെ ഒരു മീറ്റിംഗ്. സോ ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട്.